ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി മാറ്റുരയ്ക്കണം. ഒബാമ. ഈ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഭയങ്കരന്മാരാ. പക്ഷേ ഞാനിങ്ങനെ. ഇവൻ ആകാശ് ആളൊരു സ്വപ്നജീവിയാണ്. പതിവില്ലാത്ത പത്രവായന ആളെ ഒന്ന് ചിന്തയിലാഴ്ത്തിരിക്കുകയാണ്. എങ്ങനെയും പ്രശസ്തനാകണം എന്നൊരാഗ്രഹം മാത്രമാണ് ഇവൻ്റെ മനസ്സിലുള്ളത്. The more that you read, the more things you will know. The more that you learn, the more place you will go. Doctor says, yes. Post. ഈ പോസ്റ്റ് കാലത്ത് ഇത് വിനായകൻ. കാലത്തിൻ്റെ മാറ്റത്തിനൊപ്പം മാറുന്ന ഒരുത്തൻ. പഠനം ഒരു ടൈം പാസ്. സൈബർമേനിയ പിടിക്കപ്പെട്ട ഇവൻ മുഴുവൻ സമയവും സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ പഠനേതര പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ഇതാ. അതിങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. പക്കാ ബുജി. ഓ, ഇവൻ അഭിനവ്. പഠനം ആവശ്യത്തിന് അല്ല, കുറച്ചധികമാണ്. വെറൈറ്റി ഐഡിയകൾ തലയിൽ ഇടയ്ക്ക് മിന്നാറുണ്ട്. ബുദ്ധി അഥവാ ബുദ്ധിമുട്ടിക്കൽ ആളിൻ്റെ നിഘണ്ടുവിലെ ഏക വാക്കാണിത്. ചുമ്മാ ബുദ്ധി, ടാലന്റ് ഇവയൊന്നും ഇല്ലാതെ നമ്മളെ ആര് തിരിച്ചറിയാനാ? എന്നും ഫോട്ടോ പത്രത്തിൽ വരണം, TV-യിൽ കാണിക്കണം. പോടാ, അങ്ങനെ നമ്മൾ കൊച്ചാവേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരാളുടെ ഉള്ളിൽ ഒരു ടാലന്റ് ഉണ്ട്. തുടങ്ങി. അവ പുറത്ത് കൊടുക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ മുതലാക്കണം. സത്യം. നീ അങ്ങോട്ട് നോക്കി. എന്തുവാടാ അവിടെ? ഞാൻ നോക്കടാ. എന്തോടാ സംസ്ഥാനത്തെ റിപ്പോർട്ട് മത്സരം. ആ പറയടാ. ഒന്നാം സമ്മാനം 25,000 രൂപ, രണ്ടാം സമ്മാനം 10,000. ട്രൈ ചെയ്താലോ? നോക്കാം, നമ്മളെ കൊണ്ട് പറ്റും. നമ്മളിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ. പോടാ, നടക്കുന്ന കാര്യമല്ല. നോക്കാം. ഇത്തരത്തിൽ ഫോട്ടോ ഒക്കെ വരുടാ. ഇനി സമ്മാനം കിട്ടണ്ടേ? ട്രൈ ചെയ്യടാ. നോക്കാം. പോയാലോ? ഒരുപാട് റെഫർ ചെയ്തു. 2 ദിവസം അങ്ങനെ പോയി. അപ്പോഴാണ് ആ ഐഡിയ എൻ്റെ തലയിൽ ഉദിച്ചത്. എന്താടാ? അച്ഛാ, ഒരു സൂപ്പർ ഐഡിയ. പറ. നമുക്ക് ഈ ബുക്ക് റെഫറിങ് ഒക്കെ മതിയാക്കിയാലോ? നിർത്താം. എടാ, നമുക്ക് ഈ ബുക്ക് റെഫർ ചെയ്യാതെ നാളെ മുതൽ ഒരു നഗരപ്രദർശനം നടത്തി മുക്കും മൂലയും കണ്ട് പഠിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാലോ? നീ സീരിയസ് ആയിട്ടാണോ? നിർത്താം. കുറച്ച് മെനക്കെട്ട പണിയാ. നീ ആ സ്വപ്നജീവികളെ വിളിച്ച് പറ. പറമച്ച. അത് കൊള്ളാം. വിനായകനസ് അല്ലേ? പിന്നെ എന്താ പ്രശ്നം? പിന്നെ എൻ്റെ അടിപൊളി ഒരു ഫോട്ടോ തപ്പിയെടുത്തിട്ടുണ്ട്. എന്തിനെന്നോ? സമ്മാനം കിട്ടുമ്പോൾ പത്രത്തിൽ ഫോട്ടോ എടുക്കണ്ടേ? ഹലോ ഹലോ
ഇതാണല്ലേ മാലിന്യ പ്ലാൻ. എവിടെയാണാവോ ഇതിന്റെ തുടക്കം? തുടക്കം എവിടെയാണെന്ന് അറിയില്ല, എന്തായാലും നമ്മുടെ ഒടുക്കം ഇങ്ങനെയൊക്കെ തന്നെ. വാടാ. ഈശ്വരന്മാരെ, എന്തുവാടാ ഇത്? എന്തിനു വൃത്തിയുടെ സ്ഥലമാടാ. നീ അങ്ങോട്ട് നോക്കി. ഞാൻ ഇതിനെ കുറച്ച് സ്റ്റിൽ എടുക്കട്ടെ. ആ ചെല്ല് ചെല്ല്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തീർന്നതല്ലടാ ഒന്നും. മാറണവിടാ എല്ലാവരും. ഒരു ചെറിയ ഐഡിയ ഉള്ളിലുണ്ട്. മച്ചാൻസ്, പ്രോജക്റ്റ് വെക്കുമ്പോൾ ഫോട്ടോഗ്രാഫി ബൈ ആകാശ് എന്ന് തന്നെ വെക്കണം. എന്റെ ക്രിയേറ്റിവിറ്റി ലോകമെന്നറിയട്ടെ. നീ പറ. ഒരു ശുചീകരണ പരിപാടി. വിയർക്കുന്ന കേസാ. അങ്ങനെ ആദ്യമായി ഞങ്ങൾ തൂമ്പയെടുത്തു സമൂഹത്തിനായി. നാടിന് മാതൃകയായി മൂവർ സംഘത്തിന്റെ പ്രവർത്തനം. ഫോട്ടോ കണ്ടല്ലോ, ഇന്നത്തെ പിള്ളേര് കൊള്ളാല്ലേ. അങ്ങനെ പ്രോജക്ട് സബ്മിറ്റഡ്. ഫോട്ടോഗ്രാഫി ബൈ ആകാശ് എന്നല്ലേ വെച്ചേക്കുന്നത്. ഈ വണ്ടി എന്നോട് ഇങ്ങനെ വരുന്നേ? എന്തുവാന്നോ എന്തോ. വേസ്റ്റ് ഇടുന്നു. തടയടാ. മോശമല്ലേ ഏട്ടാ ഇത്? ഒന്നുമില്ല, സ്കൂളിലോട്ട് വന്ന വഴിയല്ലേ ഇത്? നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യണ്ടേ? എന്നെയാടാ? അളിയാ, നിന്നെ തന്നെ. മച്ചാ, രണ്ടര ഹീറോസ്. ഹീറോസോ? നിങ്ങൾ പത്രം കണ്ടില്ലേ? നീ നോക്ക്. ഞാൻ കണ്ണടച്ചിട്ടില്ല. നമ്മൾ ഒത്തിരി മാറി അല്ലേടാ? ശരിയാടാ, നിമിഷങ്ങൾ കൊണ്ട് നമ്മളിൽ എന്തൊക്കെയോ മാറിയ പോലെ. നമ്മൾ എത്ര പേര് കാര്യമായി ചെയ്തെന്ന് ഇപ്പോഴാടാ മനസ്സിലായത്. നമ്മൾ 3 പേര് മാറി, അത് 300 ആകണം. മാറുമടാ ഈ ലോകം. തിരിച്ചറിയും സത്യത്തെയും നന്മയെയും. മനുഷ്യനും പ്രകൃതിയും അത് കാലം ചേർത്ത് വെച്ചതാണ്. ഇണപിരിയാത്ത ആ ബന്ധത്തിന്റെ ഉള്ളറകൾ തിരിച്ചറിഞ്ഞ് അവർ യാത്ര തുടരുന്നു, സത്യത്തിലേക്ക്, നന്മയിലേക്ക്.